കർത്താവിന്റെ പൊന്നുനാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് ജോബി വർഗീസ് എന്നാണ്. ഞാൻ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ വെൺമണി എന്ന പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ, അതായത് ഒരു ഹല്ലേലൂയ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ചെറുപ്പകാലത്തിലെ ദൈവത്തെ അറിയാനും ദൈവിക കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവാനൊക്കെ കർത്താവ് അവസരം തന്നു. സ്തോത്രം. എൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അടിയനെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആരും അറിയാതെ, എൻ്റെ മാതാപിതാക്കളോ ആരും അറിയാതെ തന്നെ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിയോഗം തന്നു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ. സ്തോത്രം. അപ്രകാരം ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലുമൊക്കെ ശ്രദ്ധ തിരിച്ച് അപ്രകാരം പോകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ കൊമേഴ്സിലെ മാസ്റ്റർ ഡിഗ്രി എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ തന്നു. സ്തോത്രം. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നതിനോട് താല്പര്യമില്ലാതെ ജോലിയോടുകൂടി ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹപ്രകാരം അടിയൻ മുമ്പോട്ട് പോയി. അപ്പൊ നമുക്കറിയാം, ദൈവത്തിന്റെ വേല ദൈവം പല നിലയിൽ ചെയ്യുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ജോലിയോടുകൂടെ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിലും ചിലരെ സംബന്ധിച്ച് ദൈവത്തിന്റെ പ്രത്യേക ഒരു പദ്ധതി എന്ന് പറയുന്നത് ഫുൾ ടൈം ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവരെക്കാൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന അനേക പാർട്ട് ടൈം അല്ലെങ്കിൽ ജോലിയോടൊപ്പം പ്രവർത്തിക്കുന്ന സഹോദരങ്ങളും നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ദൈവത്തോട് എൻ്റെ സമർപ്പണങ്ങൾ മറന്നുകൊണ്ട് ദൈവ വേലയ്ക്ക് ഇറങ്ങാതെ ജോലിയോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോയി. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് ഹല്ലേലൂയ കാലാകാലങ്ങളിൽ അനേക ദൈവഭൃത്യന്മാരിൽ കൂടെ എന്നോട് കൃത്യമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങണമെന്ന്. നമുക്ക് യോനയുടെ കാര്യം നന്നായിട്ട് അറിയാവുന്നതാണ്. സ്തോത്രം. യോനയോട് കർത്താവ് പറയുന്നു, നീ നിനവയ്ക്ക് പോകണമെന്ന്. എന്നാൽ യോന ദൈവത്തിന്റെ സന്നിധി വിട്ട് തർശീഷിലേക്ക് പോകുവാനിടയായി. സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അപ്രകാരം നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ ഏത് വ്യക്തിയിലൂടെയാണ് താൻ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതേ വ്യക്തിയിൽ കൂടെ തന്നെ ദൈവം അത് ചെയ്തെടുക്കുമെന്നുള്ളതാണ് യോനയുടെ സ്റ്റോറിയിൽ കൂടെ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഒരു യോന പോയാൽ വേറെ 9 യോനയെ ദൈവത്തിന് കിട്ടും. ഒരു യോന പോയാൽ വേറൊരു യാക്കോബിനെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അത് അനാദികാലം മുതൽ അത് നിർണയിച്ചിരിക്കുന്നതാണ്. അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. നമുക്കറിയാം, ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ, അല്ലെ പ്രൈവറ്റ് കാര്യങ്ങളിലാന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ഇല്ലെങ്കിൽ അതിന് പകരം 100 കണക്കിന് വ്യക്തികളുണ്ട്. സ്തോത്രം. ഒരു വ്യക്തി ഇല്ലാതാകുന്നത് കൊണ്ടോ ഒരു വ്യക്തി മരിക്കുന്നത് കൊണ്ടോ മറ്റുള്ള പദ്ധതികളൊന്നും നടപ്പാകാതിരിക്കുന്നില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, എന്നിലൂടെയും നിങ്ങളിലൂടെയും കർത്താവ് ഒരു കാര്യം ചെയ്തെടുക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. സ്തോത്രം. അതിന് പകരം നിൽക്കുവാൻ വേറൊരു വ്യക്തിയില്ല. സ്തോത്രം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠത നിമിത്തമാണ് ദൈവ സന്നിധി വിട്ട് മാറിപ്പോയ യോനയെ ദൈവം തിരിച്ചു വരുത്തി ആ യോനയിൽ കൂടെ നിനവയോട് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ തന്നെ യോനയുടെ ബലഹീനതകളൊക്കെ ദൈവത്തിന് അറിയാം. യോന തർക്കുത്തരം പറയുന്നു, ദൈവസന്നിധിയിട്ട് ഓടിപ്പോകുന്നു, സമർപ്പണം മറന്ന് മുമ്പോട്ട് പോകുന്നെന്നാൽ ഹല്ലേലൂയ
ദൈവം അതൊന്നും കണക്കിടാതെ യോനയെ തന്നെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതികളൊക്കെ അത് ദൈവം നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. അത് വിട്ട് നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ആ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. അപ്രകാരം ഞാന് സ്തോത്രം ദൈവിക സമർപ്പണം ഓക്കെ. സ്വതം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവിക പദ്ധതി മറന്നുകൊണ്ട് ദൈവത്തോടെടുത്ത സമർപ്പണം, ഹല്ലേലൂയ, നമ്മൾ മനുഷ്യനോട് വാക്ക് പറഞ്ഞാൽ പോലും അത് മാറ്റി പറയരുതെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തോട് നാം ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്തോത്രം, ആ തീരുമാനത്തിന് നാം വ്യതിചലിച്ചാൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. സ്തോത്രം. അപ്രകാരം എം.കോം കോഴ്സിന് ശേഷം ബോംബെയിലും സൗദി അറേബ്യയിലും ഒക്കെ ജോലി ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തു. സ്തോത്രം. ദൈവം ഇടയാക്കി എന്നുള്ളതല്ല, ദൈവിക പദ്ധതികൾ മറന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോകുവാനിടയായി. ചെറുപ്പം മുതലേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, ഹല്ലേലൂയ, വചനം പറയുന്നു, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഞാൻ അവനെ വിളിക്കും തോറും അവൻ എന്നെ വിട്ട് അകന്നു പോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം ദൈവിക പദ്ധതികൾ മറന്നുകൊണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ മുമ്പോട്ട് പോകുവാനിടയായി. സ്തോത്രം. അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് പോയി. എൻ്റെ 28ാമത്തെ വയസ്സിൽ സ്വർഗം എന്നെ പിടിക്കുവാനിടയായിട്ട്. സ്തോത്രം. നാം പറയുന്നു, അനേക ദൈവദാസന്മാര് ദൈവമക്കളും ഒക്കെ വിശ്വസിക്കുന്നത് പിശാച് നമ്മളെ തകർക്കുവാൻ, ശരിയാണ്, പിശാചാണ് നമ്മളെ തകർക്കുവാൻ വേണ്ടി ഉന്നം നോക്കുന്നത്. സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ അവൻ നമ്മളെ വിഴുങ്ങുവാൻ നോക്കുമ്പോൾ ദൈവിക കരങ്ങളിൽ നാം സുരക്ഷിതരാണെന്നുള്ള ഒരു സത്യം തിരുവചനം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ തന്നെ പിശാചിന്റെ കയ്യിൽ നിന്ന് കർത്താവ് വിടുവിക്കും. എന്നാൽ കർത്താവിന്റെ കരങ്ങളിൽ നാം വീണാൽ, സ്തോത്രം, കർത്താവ് നമുക്ക് പ്രതികൂലമായാൽ നമ്മളെ ആർക്കും വിടിവിപ്പാൻ കഴിയത്തില്ല. ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരെ? ഹല്ലേലൂയ. എന്നാൽ ദൈവം പ്രതികൂലമായാൽ ഒരു വ്യക്തിക്കോ സംഘടനകൾക്കോ സഭയ്ക്കോ ഒന്നും നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അപ്രകാരം ഞാൻ മുമ്പോട്ട് പോയപ്പോഴ് എൻ്റെ കസിന്റെ മരണത്തോടെ എൻ്റെ അമ്മാച്ചന്റെ മകൻ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് അപകടത്തിൽ മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. തന്റെ മരണം എന്നെ മാനസികമായിട്ട് തകർക്കുവാനിടയായിട്ടു. സ്തോത്രം. ഞാൻ ബോംബെയിലെ മുത്തൂർ ഫൈനാൻസിലെ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കസിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മാനസികമായി തകർന്ന ഒരവസ്ഥയിലായിരുന്നു. സ്തോത്രം. അവിടുന്ന് ചില ദിവസക്കാലം ഞാൻ മിസ്സായി. സ്തോത്രം. ബോംബെയിലെ എൻ്റെ കൂടെ പാർക്കുന്നവർക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ആർക്കും എന്നെ കാണുവാൻ കഴിയുന്നില്ല. ഞാൻ റൂമിലില്ല. ഞാൻ എവിടെയോ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ മനസ്സ് എൻ്റെ താളം തെറ്റി ഞാൻ വല്ലാത്ത തകർച്ചയിൽ കൂടെ കടന്നു പോകുവാനിടയായി. സ്തോത്രം. ചില ദിവസങ്ങൾ ഞാൻ മിസ്സായി. ബോംബെയുടെ പ്രദേശങ്ങളിൽ ഞാൻ വല്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം, ഞാൻ എവിടെയൊക്കെ പോയോ സ്വർഗത്തിലെ ദൈവം എന്നെ സൂക്ഷിച്ച്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പാർക്കുന്ന ദേശത്ത് കടന്നു വരുവാനിടയായി. സ്തോത്രം. ഞാൻ ആകെ തകർന്നു. എനിക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഞാൻ തകർന്നു പോവും. അങ്ങനെയൊക്കെ ആയിരുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ഞാൻ അറിയാതെ ഹല്ലേലൂയ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഹല്ലേലൂയ നാട്ടിലോട്ട് കൊണ്ടുപോകാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായി. ഹല്ലേലൂയ. ഇനിയൊരു ഭാവിയില്ല. സ്തോത്രം. ഇനിയും മുമ്പോട്ട്
ഒരു വിധത്തിലും നീങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം എനിക്ക് ഭാരമായിട്ട് വരുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവനായി എന്റെ സ്വപ്ന, ഹല്ലേലൂയ, കൊട്ടാരങ്ങളൊക്കെ, ചില്ല് കൊട്ടാരങ്ങളൊക്കെ തകർക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, ഇനി എനിക്കൊരു ഭാവി ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ, ഹല്ലേലൂയ, മെന്റൽ ഹോസ്പിറ്റലിലെ, ഹല്ലേലൂയ, ചികിത്സയിലായിരിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അവിടെ വെച്ച് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവെ, എന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന്. ഹല്ലേലൂയ. ആ സമയത്ത് എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് പ്രതികൂലമാണെങ്കിൽ, ഹല്ലേലൂയ, ഒരു വ്യക്തിക്കും നമ്മളെ രക്ഷിപ്പാൻ, ഹല്ലേലൂയ, കഴിയത്തില്ല എന്നുള്ളത്, ഹല്ലേലൂയ, ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അവിടെ ദൈവത്തോട് ഞാൻ നിലവിളിച്ച്, കർത്താവെ, നീ എന്നെ, ഹല്ലേലൂയ, രക്ഷിക്കുകയാണെങ്കിൽ, നീ എന്നെ വിടുവിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഇനി ജോലിക്ക് പോകത്തില്ല, നിന്റെ വേല പൂർണ്ണ മനസ്സോടെ ചെയ്തു കൊള്ളാമെന്ന് അവിടെ ഞാൻ ആയിരുന്ന ഇടത്ത് ദൈവത്തോട് വീണ്ടും എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയിൽ നമ്മളെ വിട്ട് അകന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഏത് കഷ്ടതയിലും, ഏത് പ്രതികൂല അവസ്ഥയിലും, ഹല്ലേലൂയ, എന്നോടും നിന്നോടും ചേർന്ന് സഞ്ചരിക്കുന്ന, ഹല്ലേലൂയ, തന്റെ വലങ്കരം നീട്ടി താങ്ങുന്ന, ഹല്ലേലൂയ, തന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് എന്നത് നാം മറന്നു പോകല്ല. താൽക്കാലികമായി ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടേക്കാം. ഹല്ലേലൂയ. താൽക്കാലികമായി ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടത നാളത്തെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടതയുടെ മുകളിൽ കാൽ വെച്ചുകൊണ്ട് നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലിരുന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയത്തില്ല. എന്നാൽ, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും നന്നായി അറിയുന്ന, എന്റെയും നിങ്ങളുടെയും കഷ്ടതയും പ്രതിസന്ധിയും നന്നായി അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ഒരു ദോഷവും സംഭവിപ്പാൻ സ്വർഗം അനുവദിക്കുകയില്ല. പൗലോസിനോട് പറയുന്നു, നിന്റെ ഒരു മുടി പോലും, ഹല്ലേലൂയ, നിന്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല. ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത കർത്താവ് അറിയാതെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഹല്ലേലൂയ, കർത്താവിന്റെ പ്രത്യേക ഉദ്ദേശത്തിലേക്ക്, തന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള, ഹല്ലേലൂയ, ഇരിക്കുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മളെ ഭരിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അപ്രകാരം കർത്താവിന്റെ മുമ്പിൽ ഞാൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥന കേട്ട്, ഹല്ലേലൂയ, എന്നെ വിടുവിപ്പാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെ എൻ്റെ 28-ാമത്തെ വയസ്സിൽ, സ്തോത്രം, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വീണ്ടും സമർപ്പിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ സെമിനാരിയിൽ ജോയിൻ ചെയ്തു. ഹല്ലേലൂയ. സെമിനാരി ജോയിൻ ചെയ്ത കാലം മുതലേ അടിയന്റെ ആഗ്രഹം, ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു, ഹല്ലേലൂയ, കേരളത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യാതെ വടക്കേന്ത്യയുടെ മണ്ണിൽ, ഹല്ലേലൂയ, വേല ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അപ്രകാരം ദൈവത്തോട് ദീർഘ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സെമിനാരി പഠനം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. തുടർന്ന്, ഹല്ലേലൂയ, വിവാഹം നടന്നു. ഉടനെ ഞങ്ങൾ, ഹല്ലേലൂയ, കുടുംബമായിട്ട് രാജസ്ഥാനിലേക്ക് വരുവാനിടയായിത്തീർന്നു. സ്തോത്രം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. രാജസ്ഥാൻ എന്താണെന്നോ, രാജസ്ഥാനിലെ പ്രവർത്തനം എങ്ങനാണെന്നോ ഒന്നും, ഹല്ലേലൂയ, ചിന്തിച്ചില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, നിന്റെ മഹത്വമുള്ള വേല വടക്കേന്ത്യ ചെയ്യണം എന്ന് ദൈവം അടിയന് വേണ്ടി ഒരു അവസരം രാജസ്ഥാനിൽ ഒരുക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ 9 വർഷം മുമ്പേ രാജസ്ഥാന പ്രദേശത്ത് കടന്നു വരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ, ഹല്ലേലൂയ, 2 ചർച്ചുകളിലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വേലയുള്ള ബന്ധത്തിലായിരുന്നു. സ്തോത്രം. കഴിഞ്ഞ ഒരു 10 മാസം മുമ്പേ, ഹല്ലേലൂയ, ചില നാളുകളായിട്ട് മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ഒരു പയനിയർ വർക്ക് എടുക്കണമെന്ന്. സ്തോത്രം. ദൈവത്തോട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങൾക്കൊരു പുതിയ വർക്ക് തുടങ്ങണം, അതിനു വേണ്ട വഴി ഒരുക്കണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഒരുക്കി. ഹല്ലേലൂയ.
ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് രാജസ്ഥാന്റെ തലസ്ഥാനമാകുന്ന ജയ്പൂരിനടുത്ത് ഒരു 60 കിലോമീറ്റർ മാറി ദോസ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് ചർച്ചില്ല, ഞങ്ങൾക്ക് പാസനേജും കാര്യങ്ങളൊന്നുമില്ല. അതിന് മുമ്പ് ഈ നേരത്തെ ഇരുന്ന ചർച്ചുകളിലൊക്കെ ചർച്ചും പാസനേജും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്ന നിയോഗപ്രകാരം പുതിയൊരു സ്ഥലത്ത് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങളിവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ ആരാധന നടത്തുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ വിശ്വാസിയുടെ ഭവനത്തിലാണ്. സ്തോത്രം. ഒരു ഗ്രാമത്തിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാലെ ഞങ്ങൾ 10 മാസം മുമ്പ് 13-14 പേരെ വെച്ച് ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ടും ഹല്ലേലൂയ, ഗ്രാമത്തിലെ വർക്ക് ആയതുകൊണ്ടും ഹല്ലേലൂയ പെട്ടെന്ന് അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 35 പേര് 40 പേര് ഞങ്ങളുടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ സാധാരണപ്പെട്ട 2 കാസ്റ്റിന്റെ നടുവിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിലെ ഒരു 6 പേര് സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അത് കുറവാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു വരും ദിവസങ്ങളിൽ അനേകരുടെ സ്നാനം നടക്കണം. അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രവേശനം ലഭിക്കണം. ഈ പ്രെയർ മീറ്റിംഗ് ഈ ഗ്രൂപ്പിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് സുവിശേഷത്തിന്റെ വാതിലുകളെ തുറക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രാജസ്ഥാനെ കുറിച്ച് നിങ്ങൾ അറിയുന്നല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ വരെ വലിയ കുഴപ്പമില്ലാതെ ഈ ദേശത്ത് സുവിശേഷ വേല ചെയ്യുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അറിയുന്നത് പോലെ ഹല്ലേലൂയ സുവിശേഷ അതുപോലെ ഹല്ലേലൂയ മതപരിവർത്തന നിരോധന നിയമം ഇവിടെ പാസാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് ഏത് സമയവും ഒരുപോലെയാണെന്ന് നമ്മൾ അറിയുന്നു. ഹല്ലേലൂയ. കഷ്ടത വർദ്ധിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സഭകൾ എണ്ണത്തിൽ പെരുകുവാനിടയായി തീരും. ഹല്ലേലൂയ. എവിടെ പ്രതിസന്ധി കൂടുമോ അവിടെ വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കുറിച്ച് കർത്താവ് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. അവരുടെ പിന്നാലെ വന്ന മിസ്രയും ഫറവോനും സൈന്യവും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ പിന്നാലെ വരുമ്പോൾ ചെങ്കടൽ കടക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ ഹല്ലേലൂയ കരയിൽ കൂടി എന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു വന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. കരയിൽ നടക്കുന്നത് പോലെ തന്നെ ചെങ്കടലിൽ കൂടെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിവില്ല എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന് ഏത് സമയത്തും പ്രവർത്തിപ്പാൻ കഴിവുണ്ട്. ഏതൊക്കെ ദൈവമക്കൾ ദൈവത്തോട് നിലവിളിക്കുന്നുവോ അല്ലെ അവരുടെ നിലവിളി കേട്ട് ഹല്ലേലൂയ സുവിശേഷത്തിന്റെ വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ഇവിടെ ഞങ്ങൾ ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക 2 കാസ്റ്റിന്റെ നടുവിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സാധാരണക്കാരാണ്. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നുമുള്ള ഹല്ലേലൂയ അപ്രകാരമുള്ള ഹല്ലേലൂയ ഗ്രൂപ്പുകളല്ല. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവമക്കൾ വളരെ ഹല്ലേലൂയ ശുഷ്കാന്തിയുള്ള, ദൈവത്തോട് നന്ദിയുള്ള ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ പ്രിയ ചില സഹോദരങ്ങളെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഭ എണ്ണത്തിൽ പെരുകണം, അനേകരുടെ രക്ഷ ഉണ്ടാകണം, അനേകർ സ്നാനപ്പെട്ട് ഹല്ലേലൂയ വരും ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു ആലയം വേണം. ഹല്ലേലൂയ. ആലയമില്ലെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ വേല സുഗമമായി മുമ്പോട്ട് പോവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയന് വൈഫും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവരുടെ കുടുംബമായി കഴിഞ്ഞ 9 വർഷക്കാലം ഈ രാജസ്ഥാന്റെ മണ്ണിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ചു. സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വ്യക്തികൾ നമ്മളെ മറന്നു പോകും. ഹല്ലേലൂയ. സംഘടനകൾ നമ്മളെ മറക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന കർത്താവ് ഒരിക്കലും എന്നെ നിങ്ങളെ മറക്കുകയില്ല എന്നുള്ളത് ഹല്ലേലൂയ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ.
സ്തോത്രം. എൻ്റെ ഈ അനുഭവം ഹല്ലേലൂയ നിങ്ങൾക്കൊരു അനുഗ്രഹമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ തിരുവചന ചിന്തയ്ക്കായി ഹല്ലേലൂയ ഒരു വേദഭാഗം വായിക്കുന്നു. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. എന്നെ നിങ്ങൾ നന്നായി കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാമോ? ഓക്കെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കും. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെ ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാരനോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷെബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവ് പഴയ നിയമ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായി. സ്തോത്രം. ഏലിയാവിന്റെ ശുശ്രൂഷകളൊക്കെ നമ്മൾ നന്നായി വചനം നമ്മൾ വായിച്ചിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം. ഏലിയാവ് ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ വേല ചെയ്തവനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അന്യ അല്ലെങ്കിൽ സുവിശേഷ വിരോധികളുടെ നടുവിൽ വേല ചെയ്യുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഈ വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദൈവമക്കളുടെ നടുവിൽ വേല ചെയ്യുക. സ്തോത്രം. കാരണം ഇത് അന്തിമ കാലഘട്ടമാണ്. ദൈവമക്കളിൽ പലരുടെയും വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേകരും ഹല്ലേലൂയ ദ്രവ്യാഗ്രഹികളായി തീരുന്നു. അനേകർക്കും സ്ഥാനമാനങ്ങൾ വേണം. അനേകരും ദൈവദാസന്മാർക്ക് കീഴ്പ്പെടുവാൻ ഹല്ലേലൂയ സന്നദ്ധരാകുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്രകാരമുള്ള ഈ കാലഘട്ടത്തിൽ സ്തോത്രം ദൈവജനത്തിന്റെ മധ്യേ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സങ്കീർണമായ ഒരു വിഷയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അന്യജാതിപ്പെട്ടവരെ ഹല്ലേലൂയാൽ പലപ്പോഴും അവരെ നമ്മൾ ഭയക്കുന്നതിനേക്കാൾ അധികമായി ഹല്ലേലൂയ നമ്മുടെ ദൈവമക്കളെ ചിലരെ നമുക്ക് ഭയക്കേണ്ടതായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെ അപ്രകാരം അടിസ്ഥാനം മറിഞ്ഞുപോയ അനേക ദൈവ മക്കളുടെ നടുവിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നത് അത് വളരെ ശ്രമകരമായ ഒരു വിഷയം തന്നെയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവ് അന്യമതസ്ഥരുടെ നടുവിലല്ല വേല ചെയ്യുന്നത്, മറിച്ച് ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്ത ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതിയാകുന്ന സ്വത്രം ദൈവമക്കളുടെ നടുവിലാണ് ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വത്രം. ആ സമയത്ത് ഈ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ആഹാബാണ് ഇസ്രയേലിനെ ഭരിക്കുന്നത്. സ്വത്രം. ആഹാബിന്റെ ഭാര്യ ഇസബേൽ സ്വത്രം ദൈവത്തെ അറിഞ്ഞ അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളാകുന്ന ദൈവജനം. ഹല്ലേലൂയ. സ്തോത്രം. അവർ ദൈവത്തെ മറന്നു പോകുന്നൊരു ഹല്ലേലൂയ അവസ്ഥ നമ്മൾ ഈ ഒരു അധ്യായങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇസബേല് അന്യജാതിയിൽപ്പെട്ടവളായിരുന്നു. അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ ദൈവത്തിന്റെ മകനാകുന്ന ആഹാബ് വിവാഹം കഴിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരേ മക്കളെ, ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന മലയാളികളാകുന്ന ഹല്ലേലൂയ വിശ്വാസികളാകുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാര് പോലും വളരെ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാകുന്ന അനേക നമ്മുടെ ഈ വന്ന തലമുറകൾ ഹല്ലേലൂയ അന്യ മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കവരെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ലോകരാജ്യങ്ങളിൽ അപ്രകാര നിയമങ്ങൾ പോലും ഉണ്ട്. അല്ലെങ്കിൽ മക്കളെ നമുക്ക് പ്രഷർ ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മുടെ നാട്ടിൽ പോലും
ഇതിപ്പോൾ ഹല്ലേലൂയ സർവ്വസാധാരണമായി നടക്കുന്ന ഒന്നാണ്. ദൈവ പൈതലും അന്യജാതിയിൽപ്പെട്ടവരും തമ്മിലുള്ള വിവാഹം. സ്വത്രം. അങ്ങനെ വിവാഹം കഴിച്ചു വരുമ്പോൾ സ്വത്രം ആ കുടുംബങ്ങൾ, ഏത് കുടുംബത്തിൽ ആ പെൺകുട്ടി കയറി വരുന്നോ അവൾ നിമിത്തം ആ കുടുംബങ്ങളിൽ പലതും തകർന്ന് തരിപ്പണമായ അവസ്ഥ നമ്മൾ പലരുടെയും ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. സ്വത്രം. അപ്പോൾ ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് സമ്പത്തുണ്ടാകാനല്ല. സ്വത്രം. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് മറ്റുള്ള ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകാനല്ല. മറിച്ച് ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന തലമുറകൾ ഹല്ലേലൂയ, നീ എനിക്ക് തന്ന മക്കൾ ഹല്ലേലൂയ, അവർ ദൈവഭക്തിയോടെ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. അവരേത് ദൈവത്തെ ആരാധിക്കുന്നോ അതേ ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ കുഞ്ഞുങ്ങളുമായി അവരുടെ വിവാഹം നടക്കണം. ഹല്ലേലൂയ. അന്യജാതിപ്പെട്ട ഒരു കുഞ്ഞുങ്ങളുമായും നമ്മുടെ ആരുടെയും തലമുറകൾക്ക് ബന്ധമുണ്ടാകരുത്. ഹല്ലേലൂയ. ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നൽകുന്നവരാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം കഷ്ടപ്പെടുന്നവരാണ്. കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നാം കരയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 24 മണിക്കൂറും നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ഹല്ലേലൂയ മക്കളെ തന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാച് ഇങ്ങനെ നോക്കുകയാണ്. ഹല്ലേലൂയ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ ശ്രമിച്ച ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആഹാബ് അല്ലെങ്കിൽ ദുഷ്ടനാകുന്ന പിശാച് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അതീവ നിലയിൽ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ തക്ക തുണകളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആഹാബ് ഇസബേലിനെ വിവാഹം കഴിച്ചു. സ്തോത്രം. ഇസബേല് വന്നപ്പോൾ ഒറ്റയ്ക്കല്ല വന്നത്. ഹല്ലേലൂയ. അവിടെ ദേശത്തിലെ എല്ലാ ദേവന്മാരെയും കൊണ്ടുവരുവാനിടയായി. സ്തോത്രം. ആഹാബിന്റെ ഇസബാലിന്റെയും തമ്മിലുള്ള വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു ചെറിയൊരു കാര്യമല്ല അവിടെ നടന്നത്. സ്തോത്രം. ആ ചെറിയ കാര്യമെന്ന് തോന്നിയെന്ന് പറഞ്ഞാലും സ്തോത്രം ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഇസ്രായേലിൽ ഹല്ലേലൂയ വിഗ്രഹാരാധന പെരുകുവാനിടയായി തീർന്നു. സ്തോത്രം. അന്യ ദൈവങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തം ജാതി എന്നറിയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ദൈവത്തെ മറന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ അന്യജാതിയുടെ പിന്നാലെ, അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആ തെറ്റിനെ ഹല്ലേലൂയ ചൂണ്ടിക്കാണിക്കുവാൻ, ആ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുവാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരുവൻ ഇതാ ഹല്ലേലൂയ രംഗപ്രവേശനം ചെയ്യുന്നു. അവന്റെ പേര് തിശ്ബ്യനായ ഏലിയാവ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ ശുശ്രൂഷ ഭയങ്കര ശുശ്രൂഷയായിരുന്നു. മുഖം നോക്കാതെ ഏത് വ്യക്തിയോടും ഹല്ലേലൂയ അവന്റെ പാപം വിളിച്ചു പറയുന്ന ഹല്ലേലൂയ കരുത്തുറ്റ ഒരു ശുശ്രൂഷയുടെ ഉടമയായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നു. സ്തോത്രം. അപ്പോൾ ഏലിയാവ് ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് കൂട്ടിനാരും വേണ്ട. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ കൂട്ടത്തിൽ പാടുന്നവരല്ല. ഹല്ലേലൂയ. മറിച്ച് ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, കർത്താവിന് വേണ്ടി നാം എന്നും പോരാട്ടം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്ന വ്യക്തി നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ദൈവം ഉറപ്പു തരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഏലിയാവ് പറയുകയാണ്, ഹല്ലേലൂയ ആഹാബിനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ നമുക്കറിയാം ചരിത്രങ്ങൾ, മഴ പെയ്യാതിരിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല. ഹല്ലേലൂയ അപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഇസ്രായേലിലെ ദൈവ മക്കളെ ഹല്ലേലൂയ എപ്രകാരം അവർ ദൈവത്തെ ഉപേക്ഷിച്ച് പോയോ ഹല്ലേലൂയ അതേപോലെ തന്നെ അവരെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക. സ്തോത്രം. 10,000 വരുന്ന ജനത്തെ ഹല്ലേലൂയ സൃഷ്ടാവാകുന്ന ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു ദൈവദാസനാണ് ഏലിയാവ് എന്ന് പറയുന്നത്. സ്തോത്രം. ഏലിയാവിന്റെ കാര്യം, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അതിന് മുമ്പുള്ള അധ്യായങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഒന്ന്, ദൂതൻ കൊടുത്ത അപ്പവും വെള്ളവും കുടിച്ചുകൊണ്ട് സ്തോത്രം 40 നാളോളം ഏലിയാവ് നടന്നുവെന്ന് ഹല്ലേലൂയ നാം കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ
ഹല്ലേലൂയ. 2, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിന്മേൽ വന്നപ്പോൾ ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പാകെ ഓടുവാനിടയായി. സ്തോത്രം, ഞാൻ ഒന്നുകൂടെ പറയുന്നു. സ്തോത്രം, 1, സ്വർഗത്തിലെ ദൂതൻ കൊടുത്ത സ്വർഗത്തിലെ മന്ന അല്ലെങ്കിൽ ഭോജനം, അപ്പം ഭക്ഷിച്ച് വെള്ളം കുടിച്ചിട്ട് 40 നാളോളം ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം നടക്കുവാൻ ഇടയായി തീർന്നു. 2, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ സ്തോത്രം ആഹാബിന്റെ രഥത്തിന്റെ മുമ്പാകെ ഓടുവാൻ ഹല്ലേലൂയ ദൈവം അവന് കൃപ നൽകി. സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ വേണ്ടത് എന്താണ്? ഹല്ലേലൂയ ഈ വന്ന കാലത്തിൽ നമുക്ക് ദൈവം സഹായിച്ച് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നു. നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം, ധരിക്കുവാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, അവർക്ക് ജോലി, നമുക്ക് എല്ലാവർക്കും ഇല്ലെങ്കിലും പലർക്കും വാഹനം, എല്ലാ നന്മകളും ദൈവം തന്നിട്ടുണ്ട്. പുത്രം, എന്നാൽ ഇന്ന് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഹരണപ്പെട്ടെന്നുള്ള വാക്ക് ശരിയല്ല. ഇന്ന് നമ്മുടെ ദൈവമക്കൾക്ക് പലർക്കും ഇല്ലാത്തതുമായ 2 കാര്യം. 1, സ്വർഗത്തിലെ മന്ന അല്ലെങ്കിൽ തിരുവചനം പലരും ഹല്ലേലൂയ അത് ഭക്ഷിക്കാറില്ല. 2, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നാം പലരും പ്രാപിച്ചിട്ടില്ല. ഹല്ലേലൂയ നമ്മുടെ തലമുറകളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ദൈവം നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ദൈവം കൊടുക്കും. ദേശത്തിലെ ഉന്നതങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വാഹനമേറ്റി എഴുന്നള്ളിക്കുമെന്നുള്ളതെല്ലാം ഉറപ്പാണ്. വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ സ്തോത്രം, നമുക്ക് ഈ അന്തിമ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾക്ക് എന്താണ് ആവശ്യം? ഹല്ലേലൂയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഹല്ലേലൂയ അവർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് അവർ തിരുവചനം ഭക്ഷിച്ചിരുന്നു. അവർ കരുത്തുറ്റവരായിരുന്നു. ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഹല്ലേലൂയ നടത്തപ്പെടുന്നവരായിരുന്നു. ഹല്ലേലൂയ ഈ വന്ന കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമേ ഹല്ലേലൂയ സ്വർഗമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരുവചനത്തോടൊരു അടുപ്പമുണ്ടാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രാപ്പകൽ നിന്റെ ന്യായപ്രമാണം ധ്യാനിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനെ അഭിഷേകം ഉണ്ടാകണം. ഹല്ലേലൂയ പിശാച് ഒരു സാധാരണപ്പെട്ട വ്യക്തിത്വമല്ല. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അവനൊരു വെറും ഒരു സാധാരണ വ്യക്തിത്വമല്ല. ഹല്ലേലൂയ വചനത്തിൽ വേരൂന്നി ഉറയ്ക്കാത്ത ഏത് വ്യക്തിയെ അവന്റെ ജീവിതത്തിൽ വലിയ കാറ്റും പ്രതികൂലവും അടിക്കുമ്പോൾ അവൻ കടപുഴകി വീഴുവാൻ ഇടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നമ്മൾ വചനത്തിൽ ഉറപ്പുള്ളവരായി ഹല്ലേലൂയ നമ്മൾ ഏത് ഹല്ലേലൂയ പാറമേലാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ആ ഉറപ്പോടെ അഭിഷേകത്തോടെ മുമ്പോട്ട് പോകുവാൻ തയ്യാറായാൽ ഏതൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്കെതിരെ വന്നാലും ഹല്ലേലൂയ ഏതൊക്കെ കൊടുങ്കാറ്റുകൾ നമ്മൾക്കെതിരെ ഈശാനമൂലൻ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ നമ്മൾ കടപൊഴുകി വീഴുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്രകാരം ഹല്ലേലൂയ ഏലിയാവ് ജനത്തെ യഹോവയെങ്കിലേക്ക് അടുപ്പിക്കാനും ഹല്ലേലൂയ അവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുവാനും ഹല്ലേലൂയ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവം മാത്രമാണ് യഹോവ എന്ന് പറയത്തക്ക നിലവാരത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഏലിയാവ് അഹോരാത്രം ഹല്ലേലൂയ കഷ്ടപ്പെടുവാൻ ശ്രമിക്കുവാനിടയായിട്ട് സ്തോത്രം. ഏലിയാവിന്റെ പ്രവർത്തനങ്ങളൊന്നും തനിക്ക് വ്യക്തിപരമായ നേട്ടം കിട്ടുവാൻ വേണ്ടി ആയിരുന്നില്ല. എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന് കർത്താവിന്റെ ദാസൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ പ്രവൃത്തിയിലൂടെയും എങ്ങനെയെങ്കിലും നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം അറിയാം ഹല്ലേലൂയ ബാലിന്റെ പ്രവാചകന്മാരെ വിളിക്കുന്നു. ഹല്ലേലൂയ നിങ്ങളുടെ ദൈവത്തെ വിളിക്കാൻ പറയുന്നു. തുടർന്ന് അവരതിൽ പരാജയപ്പെടുന്നു. ഹല്ലേലൂയ ഏലിയാവ് ആ ബാലിന്റെ പ്രവാചകന്മാരെ മൊത്തം ഹല്ലേലൂയ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാനിടയായി തീർന്നു. സ്തോത്രം. അതിനുശേഷം നമുക്കറിയാം ഹല്ലേലൂയ വിവരങ്ങളൊക്കെ ഇസബേൽ അറിയുക. ആഹാബിനെ ഭയപ്പെടാത്ത ഏലിയാവ് സ്തോത്രം ആഹാബിനെ താൻ ഭയപ്പെട്ടില്ല. എന്നാൽ വിവരങ്ങളൊക്കെ സ്തോത്രം ഹല്ലേലൂയ
ആഹാബ് ചെന്ന് ഇസബലിനോട് പറഞ്ഞപ്പോൾ ഇസബേല് പറയുകയാണ്, അല്ല, നാളെ ഈ നേരത്ത് നീ ജീവനോടിരുന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, വെല്ലുവിളിക്കുകയാണ്, ഹല്ലേലൂയ, നാളെ ഈ നേരത്ത് നീ ജീവനോടിരിക്കുകയില്ല, ഹല്ലേലൂയ. ഇത് കേട്ട് ഇത്രയധികം, ഹല്ലേലൂയ, കരുത്തുറ്റ, ഹല്ലേലൂയ, ഭയമില്ലാതെ ശക്തമേറിയ നിലയിൽ ഒറ്റയ്ക്ക് പോരാടി വിജയം കൈവരിച്ച ആ ഏലിയാവ്, ഹല്ലേലൂയ, ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പതറിപ്പോകുവാനിടയായിട്ട്. സ്വത്രം, നമ്മളൊക്കെ, ഹല്ലേലൂയ, നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതങ്ങളെ കണ്ടവരാണ്, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ദൈവം ചെയ്തിട്ടുണ്ട്. ചെങ്കടൽ സമമായ ശോധനയിൽ കൂടെ നാം കടന്നു പോയപ്പോൾ അതിനെ രണ്ടാക്കി നമ്മളെ അക്കരെ നടത്തിയ ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. എന്നാൽ ചിലപ്പോൾ ചെറിയ, അല്ലെങ്കിൽ നിസ്സാരമായ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുവാനിടയായിട്ടു. സ്വതന്ത്രം, നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ട്, ഹല്ലേലൂയ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല, ഹല്ലേലൂയ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും എന്നെ കാണുമാറാക്കിയവനെ, നീ എന്നെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, നമ്മളെ വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. നിത്യതയിൽ, അല്ല, പിതാവിന്റെ അടുക്കൽ നമ്മളെ എത്തിക്കാമെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആകയാൽ ഇന്നത്തെ പ്രതികൂലങ്ങളെ കണ്ട്, ചെറിയ കാറ്റും കോളും കണ്ട്, അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടവരല്ല നാം. അല്ലെ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണി തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നാം കാൽച്ചുവട് വെക്കുവാൻ തയ്യാറായാൽ, അല്ലെ, പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറുവാനിടയായിട്ടും. സ്വതന്ത്രം, സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകി മാറുന്നത് പോലെ, ഹല്ലേലൂയ, സൂര്യൻ ഉദിക്കുമ്പോൾ, ഹല്ലേലൂയ, മഞ്ഞുരുകി മാറുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ നീതി സൂര്യനാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഉദിക്കുമ്പോൾ, ഹല്ലേലൂയ, മഞ്ഞ തന്നെ ഉരുകിപ്പോകുവാനിടയായിത്തീരും, ഹല്ലേലൂയ. അപ്പോൾ ഇസബേലിന്റെ ഭീഷണിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദാസൻ, ഹല്ലേലൂയ, അല്ലെ, പതറിപ്പോകുവാനിടയായി. സ്തോത്രം. അവിടെ നാം കാണുന്നത് 1 രാജാക്കന്മാർ 19 അധ്യായം. സ്തോത്രം. ആ വെല്ലുവിളി കേട്ട ഏലിയാവിന്റെ ജീവിതത്തിൽ 3 പ്രധാനമായ കാര്യങ്ങൾ. ഒന്ന്, തന്റെ ജീവിതത്തിൽ ഒരു അവിശ്വാസം ഉണ്ടായി, ഹല്ലേലൂയ. 2, അവന്റെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാനിടയായി. 3, നിരാശ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മളെ തകർക്കുവാൻ പിശാച് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 വെപ്പൺസ്, 3 ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്ത്രങ്ങളാണ്, ഹല്ലേലൂയ, ആയുധങ്ങളാണ് അവിശ്വാസവും ഭയവും നിരാശ എന്ന് പറയുന്നത്, ഹല്ലേലൂയ. നമ്മുടെ പേര് തന്നെ വിശ്വാസികൾ എന്നാണ്. നമ്മുടെ പേര് വിശ്വാസികൾ എന്നാണ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ വിശ്വാസികൾ എന്ന് പറയുവാൻ കഴിയത്തില്ല, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബക്കാരെ കുറിച്ചല്ല. നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലെ ഒരു വ്യക്തിയിലല്ല, ഒരു സംഘടനയിലുമല്ല. നമ്മുടെ വിശ്വാസം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, അവൻ ആരെന്ന് ഞാൻ അറിയുന്നു, ഹല്ലേലൂയ. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ ശക്തനാകുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിശ്വസിക്കുവാൻ പാടില്ല. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ ഇന്നും അവൻ മരിച്ചു പോയിട്ടില്ല, മൺമറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വസിക്കുവാൻ ഇടവരരുത്. വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ആരുടെയും ഹൃദയത്തിൽ ഇന്ന് ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു ഞാൻ അറിയുന്നില്ല, ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് നാം വിശ്വസിക്കണം, അടിയുറച്ച് വിശ്വസിക്കണം. രണ്ടാമത് ഭയം, ഹല്ലേലൂയ. ഭയം, ഹല്ലേലൂയ, ഏറ്റവും അധികം ക്രിസ്തീയ ജീവിതത്തെ, ഹല്ലേലൂയ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ, ഹല്ലേലൂയ, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് ഭയം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആരെയാണ് ഭയക്കേണ്ടത്? നമ്മുടെ കർത്താവിനെയാണ് ഭയക്കേണ്ടത്, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ നാം ഭയപ്പെടേണ്ട കാര്യം, അവനെ, ഹല്ലേലൂയ, എത്ര വലിയവനാണെങ്കിലും,
എത്ര ഉന്നതനാണെങ്കിലും, നിങ്ങളുടെ ജോലി മേഖലയിലായിക്കോട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിലായിക്കോട്ടെ, നിങ്ങൾക്കെതിരെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ വ്യക്തിത്വം എത്ര മിടുക്കനാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, അവനെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം, പിശാചിനെയോ മനുഷ്യനെയോ ഭയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഭയം നമ്മളെ അലട്ടുവാനിടയായി തീരരുത്. ഹല്ലേലൂയ. മൂന്നാമതായി ഹല്ലേലൂയ സ്തോത്രം, നിരാശ. നമുക്കറിയാം ഹല്ലേലൂയ, ക്യാൻസർ എന്ന രോഗം ഹല്ലേലൂയ ഇന്ന് ചിലയിടങ്ങളിലൊക്കെ ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ അതിലെ മരുന്നിലൂടെ ഭേദമാവും എന്നൊക്കെ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് പതുക്കെ പതുക്കെ വ്യാപിച്ച് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും രോഗികളായിട്ട് ഹല്ലേലൂയ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ റാഫ യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് സുഖപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ക്യാൻസറും ഈ ലോകത്തിലില്ല. ആര് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ മേൽ ഈ നിമിഷം ദൈവത്തിന്റെ വലങ്കരം നീട്ടി തൊട്ട് അല്ലെങ്കിൽ അത്ഭുത രോഗസൗഖ്യം നൽകുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നു കഴിയുമ്പോൾ അതിന്റെ സെല്ലുകൾ വ്യാപിച്ച് ആ വ്യക്തിയെ കാർന്നു എന്നുവാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ സ്തോത്രം, ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിൽ ഹല്ലേലൂയ, നിരാശ എന്ന ക്യാൻസർ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം നിരാശപ്പെട്ട് കഴിഞ്ഞാൽ പതുക്കെ 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 അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കാർന്നു നിന്ന് നമ്മൾ ഈ ലോകത്തിൽ പട്ടുപോകണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലെ താൽക്കാലിക പ്രതിസന്ധികളെ കണ്ടിട്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ മൊത്തത്തിലുള്ള നിയന്ത്രണം നാം സേവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഒറ്റ നിമിഷം കൊണ്ട് തകിടം മറിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. പത്രം പ്രകാരം ദൈവത്തിന്റെ ദാസനാകുന്ന ഹല്ലേലൂയ ഏലിയാവ് ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ അവിശ്വാസവും ഹല്ലേലൂയ അതുപോലെ ഭയവും ഹല്ലേലൂയ നിരാശയും ഹല്ലേലൂയ വന്നിട്ട് ദൈവദാസൻ പറയുകയാണ്, കർത്താവേ, ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ ഹല്ലേലൂയ നിങ്ങളിൽ ആരെങ്കിലും ജീവിതം ദുസ്സഹമായി മാറുന്നെങ്കിൽ, ഇനിയും എനിക്ക് ജീവിപ്പാൻ കഴിയത്തില്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ, ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ ഒരു ഒളിച്ചോട്ടം നടത്തുന്നതായി നമുക്ക് കാണാം. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് മരിക്കാൻ ഇച്ഛിച്ച ആ ദൈവത്തിന്റെ ദാസനോട് ഹല്ലേലൂയ തന്റെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ദൈവം ആദ്യം അവനോട് ദൂത് പറയുകയല്ല ചെയ്തു. സ്തോത്രം. ആദ്യം അവന് ഭക്ഷിപ്പാനും കുടിപ്പാനും കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിന്റെ നിലകളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവദാസനോട് എല്ലാം അസ്തമിച്ചു, മരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവദാസനോട് അല്ലെങ്കിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൂരയാത്ര ചെയ്യാനുണ്ട്. ഏലിയാവേ, ഈ ചെറിയ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്റെ ജീവിതം അവസാനിക്കുവാനുള്ളതല്ല, നിനക്ക് ദീർഘയാത്ര, ദൂരയാത്ര ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ ഈ വചനത്തെ അടിസ്ഥാനമാക്കി ദൈവമക്കളോട് പറയുന്നു, എല്ലാം കഴിഞ്ഞു, അസ്തമിച്ചു, ഇനി ഒരു ചുവട്ടടി മുമ്പോട്ട് വെക്കുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുമ്പോൾ, നിങ്ങളുടെ ചെവിയിൽ പിശാച് മന്ത്രിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ദീർഘയാത്ര, ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ.
ദൂരയാത്ര, ചെറിയൊരു യാത്രയല്ല, ദൂരയാത്ര. ദൈവം തന്നിരിക്കുന്ന ആയുസ് തികയ്ക്കാതെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയില്ല. ഹല്ലേലൂയ. പിശാചേ, നീ എത്ര കണ്ട് ശ്രമിച്ചെന്ന് പറഞ്ഞാലും എന്റെ സ്വർഗത്തിലെ ദൈവം അറിയാതെ എന്റെ ഒരു മുടി പോലും താഴെ പോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പിന്നീട് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, സകലവും തീർന്നു, അസ്തമിച്ചു. ഹല്ലേലൂയ. മരിക്കാൻ റെഡിയായിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പിന്നീട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, എടാ ഏലിയാവേ, നീ ഇത്രയും വർഷം സ്വന്തം ജനത്തിന്റെ നടുവിൽ, സ്തോത്രം, ഇസ്രയേലിനകത്താണ് ദൈവത്തിന്റെ വേല ചെയ്തത്. അപ്പം ഇസ്രായേൽ നിന്നെ വെല്ലുവിളിച്ചല്ലോ. ഓക്കെ, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഹല്ലേലൂയ, നിന്റെ രാജ്യത്തിന്റെ അതിര് കടന്നിട്ട് നിനക്കൊരു വിദേശ യാത്രയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ വിദേശ യാത്ര എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ അതിര് കടന്നിട്ട് അരാമിന്റെ രാജാവിനെ നീ അഭിഷേകം ചെയ്യാൻ പോകും. സ്തോത്രം. ഹല്ലേലൂയ. വെല്ലുവിളി വരുന്നത് വരെ ഇസ്രായേലിനകത്ത് ദൈവത്തിന്റെ വേല ചെയ്ത ദൈവദാസനെ വെല്ലുവിളിയുടെ മുമ്പിൽ മരിക്കുവാൻ തയ്യാറായി നിന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ്, യഹോവ ഡയറക്റ്റ് അവനോട് പറയുകയാണ്, നിന്റെ ശുശ്രൂഷ ഇനിയും, ഹല്ലേലൂയ, വിദേശത്തായിരിക്കും. ഞാൻ നിന്നെ അന്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പോകും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ളതൊന്നും അല്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എവിടെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നോ അവിടെ കർത്താവിന്റെ സാക്ഷിയാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്, നമ്മളെ സ്വർഗദേശത്തിൽ, ഹല്ലേലൂയ, അവിടുത്തെ കനാൻ നാട്ടിൽ കൊണ്ടുപോകാമെന്ന് ദൈവം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവദാസനെ ജീവിതത്തിൽ ഇതുവരെ പോകാത്ത ഒരു പ്രത്യേക മേഖലയിലേക്ക്, ഹല്ലേലൂയ, അതെന്തിനാണ്? ദൈവം വലിയവനാണെന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ തെളിയിക്കുവാൻ. സ്തോത്രം. അതിൽ വെല്ലുവിളിച്ചത് നീ ആരെയാ? നീ ഒരു മനുഷ്യനാകുന്ന ഏലിയാവിനെ അല്ല, എന്റെ ദാസനെയാ വെല്ലുവിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ കൺമുമ്പിൽ ഞാൻ ചിലത് ചെയ്യാൻ പോവുകയാണ് ദൈവം തീരുമാനിക്കുക. അല്ല, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ വെല്ലുവിളിക്കുന്ന, നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ മഹത്വത്തിന് വേണ്ടി അല്ല, ദൈവത്തിന്റെ പൊന്നുനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ ഉറയ്ക്കണം, വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മളല്ല നിന്ദിതരാകുന്നത്, നാം സേവിക്കുന്ന ദൈവത്തിനാണ് നിന്ന ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ മുമ്പിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ എന്നെയും നിന്നെയും നിങ്ങളെയും ഒരു പാത്രം പോലെ ദൈവം, ഹല്ലേലൂയ, ഉപയോഗിക്കുമെന്ന് ഉള്ളതിൽ രണ്ട് പക്ഷമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവദാസനോട് പറയുകയാണ്, നീ മരിക്കണ്ട. സ്തോത്രം. നീ ഇതുവരെ പോകാത്ത ഇടങ്ങളിൽ ഒരു വിദേശ പര്യടനം നടത്തി അവിടുത്തെ രാജാവിനെ നീ അഭിഷേകം ചെയ്യണം. അടുത്തതായിട്ട്, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രാജാവാകുവാൻ വേണ്ടി യേഹൂവിനെ, ഹല്ലേലൂയ, നീ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഏലിയാവേ, നീ ആരോടും പ്രതികാരം ചെയ്യണ്ട. നിന്നെ വെല്ലുവിളിച്ചവനെതിരെ നീ വെല്ലുവിളിക്കണ്ട. ഹല്ലേലൂയ. നീ യേഹൂവിനെ അങ്ങ് അഭിഷേകം ചെയ്താൽ മതി, ബാക്കി മൊത്തം അവൻ ചെയ്തോളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യേഹൂവിനെ കുറിച്ച് പറയുന്നുണ്ട്, യേഹൂവിനെ എന്തിനാണ് ദൈവം അഭിഷേകം ചെയ്തത്? സ്തോത്രം. ആഹാവിന്റെ കുടുംബത്തെ ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയാണ് യേഹൂവിനെ ദൈവം അഭിഷേകം ചെയ്തത്. സ്തോത്രം. ദൈവത്തിന്റെ ദാസൻ വിശുദ്ധനായ ഏലിയാവേ, നീ വാളെടുക്കണ്ട. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ, നിന്നെ വെല്ലുവിളിച്ചവനെതിരെ നീ ഒന്നും പറയണ്ട, നീ മിണ്ടാതിരുന്നാ മതി. നീ എന്റെ നിയോഗപ്രകാരം യേഹൂവിനെ അങ്ങ് അഭിഷേകം ചെയ്താൽ മതി. ആരെയൊക്കെ കൊല്ലണോ, നീ വെല്ലുവിളിച്ചവന്റെ കുടുംബത്തെ, അവന്റെ തലമുറകളെ മൊത്തം ഉന്മൂലനാശം ചെയ്യുവാൻ, അല്ലെങ്കിൽ യേഹൂവിനെ ഞാൻ അഭിഷേകം ചെയ്യാൻ പോകും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പകരം വീട്ടുക നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ശത്രുവോ അല്ലെ കുടുംബക്കാരോ ദേശക്കാരോ ആരൊക്കെ എന്തോ വേണേലും പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. പകരം വീട്ടുന്നത് നമുക്കുള്ളതല്ല. അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മളെ, ഹല്ലേലൂയ, നമ്മുടെ ശത്രുക്കളെ നാം സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ. ആരോട് നാം പകയും വൈരാഗ്യവും കാട്ടണ്ട. ഹല്ലേലൂയ. കാലാകാലങ്ങളിൽ ദൈവം അതിനൊക്കെ ആളുകളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേഹൂവിനെ അഭിഷേകം ചെയ്തു. പിന്നീട് പറയുകയാണ്, നിന്റെ അനന്തര ശുശ്രൂഷ ചെയ്യുവാൻ നിനക്ക് പകരക്കാരനായി ഏലീശയെ അഭിഷേകം ചെയ്തു. സ്തോത്രം. യിസബേൽ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ, ഹല്ലേലൂയ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിടത്ത്, ഹല്ലേലൂയ, 2 രാജാക്കന്മാരെ, ഒരു പ്രവാചകനെയും, ഹല്ലേലൂയ, ഈ ദൈവദാസനാകുന്ന ഏലിയാവിൽ കൂടി കർത്താവ് അഭിഷേകം ചെയ്യിച്ചു. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. ഹല്ലേലൂയ. പിശാചല്ല നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി, ഒരു സംഘടന ആരെതിര് വന്നാലും നാം കുലുങ്ങേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മുടെ ഭാവിയെ തൊടാൻ ഒരുത്തനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. നമ്മുടെ തലമുറയുടെ നന്മ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. അപ്പോൾ ഈസേബേൽ കൊല്ലുമെന്ന് പറഞ്ഞിടത്ത് 2 രാജാക്കന്മാരെ, ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഏലിയാവിൽ കൂടി ദൈവം അഭിഷേകം ചെയ്യിച്ചു. മരിക്കാൻ ഇച്ഛിച്ചവനാ, എല്ലാം തീർന്നവനാ, ഇനി ഒരു ചവിട്ടടി മുമ്പോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞവനാ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കാഴ്ചയോട് വെക്കുവാൻ നമുക്ക് സ്ഥലമില്ല, സാഹചര്യമില്ല. എന്നാൽ ഹല്ലേലൂയ, വിശ്വസിക്കുക, ദൈവം വലിയവനാണെന്ന്. ഹല്ലേലൂയ. അവൻ എന്നിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിന്റെ മഹത്വം എന്നിൽ കൂടെ മഹത്വപ്പെടും. ദൈവത്തിന്റെ മഹത്വം എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടുമെന്ന് നാം വിശ്വസിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, കൊല്ലുമെന്ന് പറഞ്ഞ ഏലിയാവിനെ ആരും കൊന്നില്ലെന്ന് മാത്രമല്ല, മരണം എന്താണെന്ന് പോലും ആസ്വദിക്കുവാൻ ദൈവഭക്തന് അവസരം ലഭിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതികളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലും ഇവിടെ വെല്ലുവിളിയുടെ മുമ്പിലാണ് ദൈവം പദ്ധതി ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മരണം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ജീവനോടെ അഗ്നിരഥങ്ങളിൽ എടുത്തുകൊണ്ടുപോയ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. കൊല്ലുവെന്ന് പറഞ്ഞ ഹല്ലേലൂയ ഇസബേലയുടെ ജീവിതം നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവം അവളെ തകർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നായ് അവിടെ രക്തം ഹല്ലേലൂയ നക്കുവാനിടയായി തീർന്നു. ആഹാബിന്റെ തലമുറകളെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. ഒറ്റയടിക്കൊക്കെ 70 പുത്രന്മാരെ, അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹല്ലേലൂയ, അവന്റെ ആൺമക്കളെ മുഴുവൻ നഗരത്തിൽ കൊല്ലുന്നവനെ ഹല്ലേലൂയ നായ്ക്കൾ നക്കും. ഹല്ലേലൂയ. തെരുവിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ പക്ഷികൾ ഹല്ലേലൂയ നക്കും. ഹല്ലേലൂയ അത് കൊത്തും. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവദാസനെതിരെ ഭീഷണി മുഴക്കിയ ഹല്ലേലൂയ ദാസനെ കൊല്ലുമെന്ന് പറഞ്ഞ ആ കുടുംബത്തെ ദൈവം തകർത്ത് തരിപ്പണമാക്കുവാനിടയായി തീർന്നു. അവന്റെ സന്തതി പരമ്പരകളെ പോലും ദൈവം ന്യായം വിധിക്കുവാനിടയായി തീർന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിലെ അടിയുറച്ച് വിശ്വസിക്കുക. നാം ഭയപ്പെടരുത്, നമുക്ക് അവിശ്വാസം ഉണ്ടാകരുത്, നാം നിരാശരാകരുത്. നമ്മുടെ കർത്താവ് വലിയവനാ. അവന്റെ മഹത്വം നാം ഒന്ന് അറിയണം. നമ്മൾ ദൈവത്തിന്റെ മഹത്വം വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചെറിയ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകുന്നത്. ദൈവം വലിയവനാണ്, അവൻ ഭയങ്കരനാണ്. ഹല്ലേലൂയ. അവന് സകലവും കഴിയുമെന്നും അവന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് യോബ് പറഞ്ഞതായ വചനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ദൈവസന്നിധി നാം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ അയവിറക്കണം. ഹല്ലേലൂയ. അവൻ ഇന്നും തനിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. പ്രവർത്തിപ്പാൻ കഴിയാതവൻ അവന്റെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതവൻ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഹല്ലേലൂയ. അവന്റെ അത്ഭുതങ്ങൾ അവസാനിക്കത്തില്ല, അവന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നും തനിക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. അതുപോലെയാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ നാം അറിയുന്നു. ഹല്ലേലൂയ. ഭീഷണിയുടെ നടുവിൽ അനേകരെ വിലാസന്മാരായിരിക്കുന്നു. ഇത് നാളെ നിന്നെ കൊല്ലും, ഇത്ര മണിക്കൂറിനുള്ളിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ ഭീഷണി മുഴക്കുന്ന അനേകരുടെ മധ്യത്തിൽ ഹല്ലേലൂയ അനേകരെ വിലാസന്മാർ ഭയത്തോടെ, അവിശ്വാസത്തോടെ, നിരാശയോടെ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വടക്കേന്ത്യയോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇസബേലിന്റെ വെല്ലുവിളി ഹല്ലേലൂയ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ പക്കൽ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഹല്ലേലൂയ നമ്മുടെ അവിശ്വാസങ്ങളൊന്ന് മാറ്റി, നമ്മുടെ ഭയമൊന്ന് മാറ്റി, നമ്മുടെ നിരാശ മാറ്റിയിട്ട് ഹല്ലേലൂയ നമ്മുടെ പുത്തന പ്രത്യാശയാൽ ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഏലിയാവിനെ ജീവനോട് എടുത്തുകൊണ്ട് പോയ ദൈവം, ആ ദൈവത്തിന്റെ പുത്രൻ നമ്മളെ ജീവനോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ഇതാ വേഗം വരികയാണ്. ഇനി താമസമില്ല. കർത്താവിന്റെ വരവാസന്നമായിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ വരവനായി ഒരുക്കി കാത്തിരിക്കാം. ഹല്ലേലൂയ. നിരാശകൾ മാറട്ടെ, അവിശ്വാസങ്ങൾ മാറട്ടെ, ഹല്ലേലൂയ ഭയം മാറട്ടെ. നമ്മുടെ കർത്താവ്
നമ്മുടെ കാലയളവിൽ വരുവാൻ പോവുകയാണ്. സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല പകൽനാരെ സ്തുതിക്കുന്നപ്പ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയ ദൈവമക്കള് ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഹല്ലേലൂയ ഒരുമനപ്പെട്ട് ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ കർത്താവേ. ഹല്ലേലൂയ. നാളുകളായി ഹല്ലേലൂയ പ്രിയ ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മുഖത്ത് ദൈവമേ നീ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുന്ന് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ വചനം ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണല്ലോ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് ഹല്ലേലൂയ മൺമറഞ്ഞു പോയൊരു ദൈവമല്ല ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ ചെറുവിരല് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറം നിറവേറ്റുവാൻ കഴിവുള്ളതാണല്ലോ. നിന്നെ ഞങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചു വീണ്ടെടുത്ത ദൈവം, പുത്രന്റെ ചങ്കിലെ ചോരയൂറ്റി വിലയ്ക്ക് വാങ്ങിയ ദൈവം ഹല്ലേലൂയ ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ഞങ്ങൾ പതറിപ്പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം മാറ്റണമേ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഇടയാക്കണമേ. ഭയം മാറണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ നിരാശ മാറ്റണമേ. ആരെങ്കിലും ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തന്റെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവിശ്വാസത്തോടെ ഭയത്തോടെ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ കേട്ട ഈ വചനം ഏലിയാവിന്റെ ദൈവം ഹല്ലേലൂയ അവരുടെ ഹൃദയങ്ങളിൽ ഇടപെടുവാൻ ആകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ദൈവമക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങളുടെ ദാസനാകുന്ന അടിയം നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് ഈ ശുശ്രൂഷകൾ നിങ്ങൾ ഒരുമിച്ച് അല്പസമയമായിരുന്നത് എല്ലാവരുടെയും വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.